ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡ് ഡ്രിൽസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ രീതിയിലുള്ള ഒരു ചിക്കൻ വരട്ടാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. നമ്മൾ 1.5 കിലോ ചിക്കൻ എടുത്തേക്കുന്നത്. അതിന് നാടൻ ചിക്കനാണ് ബെസ്റ്റ്. ഞാൻ ഇവിടെ സാധാ ചിക്കൻ എടുത്തേക്കുന്നത്. ഇതിക്ക് 15 അല്ലി വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചി, ഇതിലേക്ക് കുറച്ച് സാധനങ്ങളായിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അതിന് 1 ടീസ്പൂണ് കടുക് അതിടാം, പിന്നെ 2 ടീസ്പൂണ് ഉലുവ, പിന്നെ ഇതിന് എരിവ് കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമാണ് ഈ ചിക്കൻ വരത്തിന് എരിവായിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് 4 ടീസ്പൂണ് കുരുമുളകും കൂടെ. ഇനി ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇപ്പം നമ്മളതൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഈ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് 4 ടീസ്പൂണ് മല്ലിപ്പൊടി ഞാൻ അളന്ന് വെച്ചതാണ്, അത് ഇതിലോട്ട് ചേർത്തെടുക്കാം. അതുപോലെ ഒരു 1.5 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ചെറിയ സവാള, ഒരു 25 ചെറിയ ഉള്ളി വലുതാക്കി കഷ്ണം വെട്ടിയതാണ്, ഇത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 4 പച്ചമുളക് നടുവേ കീറിയത്, പിന്നെ ഒരു വലിയ തക്കാളി കഷ്ണം വെട്ടിയതാണ്, അതും ചേർക്കാം. പിന്നെ ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി കൈ വെച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് കൈ വെച്ച് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂർ ചുരുങ്ങിയത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. സമയം ഉണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കുക. എന്നിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് അടുപ്പിലോട്ട് മാറ്റാം. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇത് ചെറുതായി തള വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 2 സ്പൂണ് ചെറിയ ജീരകം ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ആദ്യം ചതക്കണിക്ക് ചേർത്താൽ മതിയായിരുന്നു, ഞാനപ്പോൾ വിട്ടുപോയതാണ്. ഇപ്പോൾ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് മൂടി തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഉലുവൻ്റെയും ജീരകത്തിൻ്റെയും ഒക്കെ നല്ല സ്മെല്ലുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ വരട്ടിക്ക് ഒന്ന് താളിച്ച് വയ്ക്കാം. ഇനി താളിച്ച് വെച്ചാൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അതിന് ആദ്യം വെളിച്ചെണ്ണ അത് ചൂടായ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ വയ്ക്കുക.
ഇനി അതിലോട്ട് ചെറിയ ഉള്ളി എന്നിട്ട് മൂപ്പിച്ചെടുക്കുക. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തെടുക്കുക. ഇനി ഇത് നമുക്ക് ചിക്കൻ വരട്ടിലോട്ട് ഒഴിച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ ചിക്കൻ വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും തേങ്ങാച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.